മുത്തുമണീസ്, ഇന്നത്തെ നമ്മുടെ ഒരു സ്നാക്ക് വീഡിയോ ആണ്. അതായത് ഉഴുന്നുവട. അന്നേരം നിങ്ങളായിരിക്കും ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുന്ന ഞങ്ങൾ കുറേ കണ്ടിട്ടുള്ള എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇത് വെറൈറ്റി ഉഴുന്നുവടയാണ് കേട്ടോ, ഉഴുന്നില്ലാത്ത ഉഴുന്നുവട. അത് നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അന്നേരം ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ചെയ്യണേ. ഓക്കെ, അന്നേരം നമ്മൾ വീഡിയോയിലേക്ക് പോവാണ്. ആദ്യം തന്നെ ഞാൻ ഒരു 1/2 കിലോ കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അല്ലാതെ ചെത്തിയിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലാതെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ ഒക്കും എന്നൊന്നുമില്ല, നമുക്കിഷ്ടമുള്ള രീതിക്ക് ചെയ്തെടുക്കാനായിട്ട് ഒക്കും കേട്ടോ. എന്തായാലും ഇതെന്ന് വെച്ചാൽ നമ്മൾ ഉഴുന്നുവട, സത്യം പറഞ്ഞാൽ ഉഴുന്നുവട മാറി നിൽക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഉഴുന്നുവട അല്ലെന്ന് ആരും പറയത്തുമില്ല, അതുപോലെ നല്ല അടിപൊളിയാണ് കേട്ടോ. ലാസ്റ്റ് ഞാൻ അതിൻ്റെ റിവ്യൂ ഒക്കെ ഞങ്ങളുടെ കൊച്ചിൻ്റെ കൊടുത്തിട്ട് അവളോട് ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കാണാൻ മറക്കില്ല കേട്ടോ. എന്നിട്ട് നമ്മളിതാണ്ട് ഈ അരിഞ്ഞ് വെച്ചതെല്ലാം നമ്മൾ കഴുകി എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. വെള്ളത്തിലിട്ടിട്ട് നല്ല പോലെ ഇലുമ്പി കഴുകി എടുക്കണം. നിങ്ങളാണെങ്കിൽ തൊലി ചെത്തിയിട്ട് കഴുകിയിട്ട് അരിഞ്ഞാലും മതി, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പം ഞാനിങ്ങനെ ചെയ്യുന്നത് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാവൂ എന്നൊന്നും നിയമമൊന്നും ഇല്ലല്ലോ അല്ലേ. എന്നിട്ട് നമ്മളിത് വേവിക്കാനായിട്ട് ഞാനൊരു കലമാണ് എടുത്തേക്കുന്നത്. ആ കലത്തിനകത്ത് ഇട്ടിട്ട്, നിങ്ങൾ കുക്കറാണെങ്കിൽ കുക്കറിനകത്ത് ഒരു വിസിലും കണ്ട് കേട്ടാൽ മതി കേട്ടോ. അന്നേരത്തേക്ക് തന്നെ നല്ല വെന്ത് കിട്ടും കേട്ടോ, കിഴങ്ങല്ലേ. എന്നിട്ട് നമ്മൾ നല്ല വേവിച്ചെടുക്കണം കേട്ടോ. അതായത് നല്ല ഉടയുന്ന പരുവത്തിൽ വേവിച്ചെടുക്കുക. നല്ല പോലെ നമുക്ക് ഉടച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് നല്ല പോലെ വേവിച്ചങ്ങ് എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതാ ഇങ്ങനെ തൊലി ഇങ്ങനെ കളയണം. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചെത്തിയിട്ട് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. കാരണം നമ്മൾ കുക്കിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ രീതിയിലാണ് നമ്മൾ കുക്കിംഗ് ചെയ്യുക. അത് എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും നമ്മുടെ രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത് അല്ലേ. അങ്ങനെ ഞാൻ ഇതിൻ്റെ എല്ലാം തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ തൊലി കളഞ്ഞ് നേരെ മിക്സിയുടെ ജാറിലാണ് ഇടുന്നത്. കാരണം ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ള സാധനമാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല വേവാണെങ്കിൽ നമ്മൾ 2 അടി അടിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് അരഞ്ഞ് കിട്ടും. അല്ല നമ്മൾ എന്താ വേവ് കുറവാണെങ്കിലുണ്ടല്ലോ, ചിലടത്ത് ഇങ്ങനെ ഇങ്ങനെ ചെറിയൊരു പീസായിട്ട് കിടക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല വേവിച്ചിട്ട് അടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമ്മൾ നല്ല അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അത് നല്ലൊരു ഇങ്ങനെ ക്രീം പോലെ നല്ല ഇതായിട്ടങ്ങാവും കേട്ടോ. എന്നിട്ട് നമ്മളത് നല്ല ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും വീട്ടിൽ കണ്ട സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചി ചേർക്കാം, കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളക് ചേർക്കാം. നമ്മൾ നമ്മുടെ ഉഴുന്നുവടക്കകത്ത് ഇടുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതെല്ലാം ചെയ്യാം കേട്ടോ. ഞാനിപ്പം ഇഞ്ചിയും കുരുമുളകും ഒന്നും ഇടുന്നില്ല, കാരണം എൻ്റെ വിച്ചുമുനും കൂടെ കൊടുക്കാനുള്ളതായതുകൊണ്ട് അതൊന്നും ഇടുന്നില്ല കേട്ടോ. ഇപ്പോൾ ഒരു 1/2 മുറി സവാളയും പിന്നെ കരിയാപ്പിലയും കൂടാണ് കേട്ടോ ഇടുന്നത്. അത് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ, വേറൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് സോഡാപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ, അല്ലാതെ തന്നെ അത് പൊങ്ങി വരും. പിന്നെ ഇതെന്ന് വെച്ചാൽ ഗോതമ്പ് മാവാണ് കേട്ടോ. ഒരു കുറച്ച് ഗോതമ്പ് മാവ് ഇരുന്നതുകൊണ്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഇച്ചിരി ഒരു കട്ടി പോലെ വരും കേട്ടോ. കാരണം ഇത് കിഴങ്ങ് മാത്രം ആയതുകൊണ്ട് അത്ര കട്ടിയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. കിഴങ്ങ് മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് നമ്മൾ വേറെ സാധനം ഇടുന്നുണ്ട്, കോൺഫ്ലോർ കേട്ടോ. അങ്ങനെ നമ്മൾ കോൺഫ്ലോർ തട്ടി അങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ നല്ല ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സിങ്ങിലാണ് കാര്യം, എങ്ങും കട്ടയൊന്നും കുത്തി ഇങ്ങനെ കിടക്കരുത്. ഇങ്ങനെ പച്ചമാവ് അവിടെ ഇവിടെയൊക്കെ കിടക്കത്തില്ലേ, അങ്ങനെയൊന്നും ആവരുത്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. സ്പൂൺ കൊണ്ട് ചെയ്യുന്നതാണ് നല്ലത്, കാരണം നമ്മുടെ കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ ഒട്ടി ഇരിക്കും. അതുകൊണ്ട് കൈ കൊണ്ട് ചെയ്യാതെ സ്പൂൺ കൊണ്ട് ചെയ്യുന്നതാണ് നല്ലത്. നല്ല പോലെ ഇങ്ങനെ കോൺഫ്ലോർ ഞാൻ ആവശ്യത്തിന് തട്ടി അങ്ങ് ഇട്ടിട്ടുണ്ട്. എത്രയാണെന്നൊന്നും അളവൊന്നും എനിക്കറിയത്തില്ല, കാരണം ഞാൻ അളവൊന്നും നോക്കിയില്ല ഗൈസ്. എന്നിട്ട് നമ്മൾ ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അന്നത്തെ കറണ്ട് പോയി കേട്ടോ. അതാണ് ഞാനിങ്ങനെ വേറൊരു വെട്ടം ഫ്ലാഷ് ഓൺ ആക്കിയത് കൊണ്ടാണ് കേട്ടോ ആ ഒരു വെട്ടം വന്നേക്കുന്നത്. എന്നിട്ട് നമ്മൾ ചട്ടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ സാധനം എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ കണ്ടോ, ഇങ്ങനെ നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് വെള്ളം നനച്ചില്ലേ, അതുപോലെ തന്നെ ചെയ്താൽ മതി. വെള്ളം നനയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ ഒരു ഓട്ട ഇടുക. എന്നിട്ട് അതെല്ലാം അതുപോലെ
ഓട്ടയിട്ടിട്ട് ഇപ്പുറത്തെ കയ്യിലോട്ട് മറിക്കുക, എന്നിട്ട് അത് നേരെ എണ്ണയ്ക്കകത്തോട്ട് ഇടുക. അത്രയേ ഉള്ളൂ കാര്യം. എന്താ കണ്ട, അത്രയേ ഉള്ളൂ കാര്യം. എന്നാൽ ഇതെല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അന്നേരം ഇതിന് നമുക്കൊരു പേരിടണ്ടേ. ഉഴുന്നുകൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഉഴുന്നുവട, ഇത് കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് കിഴങ്ങ് വട. ഓക്കെ, അന്നേരം ദാണ്ടേ ഇതിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ച് തരാം കേട്ടോ. നല്ല അടിപൊളി മണമാണ്, ഉഴുന്നുവടയുടെ അതേ സ്മെല്ലാണ് കേട്ടോ. ഈ സാധനം നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ആകെ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും, വെളിഭാഗം നല്ല ക്രിസ്പിയാണ്. പക്ഷേ ഇരിക്കും തോറും ഇതാവും കേട്ടോ, തണുക്കും. അതുകൊണ്ട് ചൂടോടെ കഴിക്കുന്നതാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാനതങ്ങ് കുറേ കഴിച്ചായിരുന്നു. അന്നേരം നമുക്കൊരു റിവ്യൂ കിട്ടും. എന്തുവാന്ന് പറയണം. ഒക്കെ ഉണ്ട്. ഇത് കഴിച്ചു നോക്കിയിട്ട് എന്തുവാന്ന് തോന്നുന്നതെന്ന് വെച്ചത് പറ. എന്തോ എന്താ വട? എന്താ വട? ഉഴുന്നുവട. ഉറപ്പിച്ചോ? എന്നത് കിഴങ്ങ. ഉഴുന്നുവട പോലില്ലേ? അതാണ്.